الحمد لله الذي له ما في السماوات وما في الأرض وهو الحكيم العليم. أحمده تعالى على جميع النعم وأشكره على الآلاء والقصد وأستغفره عن زلات الجوارح بالأعمال القبائح وأسأله أن يستر العيوب ويذهب عنا جميع الكروب. وأشهد أن لا إله إلا الله وحده لا شريك له الذي له الخلق والأمر وبيده النفع والضر. وأشهد أن سيدنا ونبينا محمدا عبده ورسوله بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل إنما حرم ربي الفواحش ما ظهر منها وما بطن والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസികളെ, റബ്ബുൽ ആലമീൻ അല്ലാഹുവെ ഭയപ്പെട്ട് അവന്റെ ഇഷ്ടങ്ങൾക്കും തീരുമാനങ്ങൾക്കും കീഴടങ്ങി അവന്റെ തൃപ്തി മാത്രം കാക്ഷിച്ച് സ്വർഗം നേടാൻ ശ്രമിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ പരമാവധി ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. വസിയത്ത് എന്നത് നാം എല്ലാം ഒരുപാട് കേട്ട് പരിചയിച്ചൊരു പദമാണ്. വസിയത്തുകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നവരാണ് നമ്മൾ. എന്താണ് വസിയത്ത്? ഭാഷാർത്ഥം പറഞ്ഞാൽ ഉപദേശം, കൽപ്പന, നിർദ്ദേശം എന്നൊക്കെ നമുക്കതിന് അർത്ഥം പറയാം. മരണത്തിന് മുമ്പ് തൻ്റെ സമ്പത്തിൽ നിന്ന് അനന്തരാവകാശികൾ അല്ലാത്തവർക്ക് കൊടുക്കാൻ ഒരു വ്യക്തി നടത്തുന്ന നിർദ്ദേശം എന്ന ഉദ്ദേശത്തിലാണ് സാങ്കേതികമായി വസിയത്ത് എന്ന് നമ്മൾ പറയുന്നത്. മാതാപിതാക്കളോ മറ്റോ നമുക്ക് പ്രിയപ്പെട്ടവരോ നമ്മോട് ചെയ്യുന്ന വസിയത്തുകൾ വളരെ പ്രാധാന്യത്തോടെ പൂർത്തീകരിക്കാൻ നാം ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവനേക്കാൾ നാം ഏറെ സ്നേഹിക്കേണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ വസിയത്തുകളാണെങ്കിലോ അതിനെപ്പറ്റി നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴായി പലർക്കും പല വസിയത്തുകൾ നൽകിയിട്ടുണ്ട്. അവയെല്ലാം സഹാബികൾ അങ്ങേയറ്റം താല്പര്യത്തോടെ നിർവഹിച്ചിട്ടുമുണ്ട്. ഇന്നത്തെ ഖുതുബയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നൽകിയ 5 വസിയത്തുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസിയത്തിനെ പറ്റി സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഖുദു അന്നി ഹൗലായിൽ കലിമാത്ത്, ഞാൻ ഈ പറയുന്ന വാക്കുകൾ എന്നിൽ നിന്നും ആരെങ്കിലും സ്വീകരിച്ചിട്ട് ഫയഅമലു ബിഹിന്ന, എന്നിട്ട് അതനുസരിച്ച് അമൽ ചെയ്യണം, ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, അല്ലെങ്കിൽ അതനുസരിച്ച് അമൽ ചെയ്യുന്നവരെ പഠിപ്പിക്കണം. ആ വസിയം നമ്മൾ കേട്ടാൽ പോരാ, നാം അത് അനുസരിച്ച് ജീവിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള ആളുകളെ പഠിപ്പിക്കുകയും വേണം എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അബൂ ഹുറൈറ പറയുകയാണ്, ഫഖുൽതു അന യാ റസൂലല്ലാഹ് ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസൻ, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് 5 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. നീ ഹറാമുകളെ സൂക്ഷിക്കുക,
എന്നാൽ ജനങ്ങളിൽ ഏറ്റവും ഭക്തിയുള്ള തഖ്വയുള്ള ആളായി തീരും. ഒന്നാമത്തെ ഉപദേശം അതാണ്, ഇത്തഖിൽ മഹാരിമ തകുൻ അഅ്ബദൻ നാസ്. ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നാൽ നിനക്ക് ഏറെ ഭക്തിയോടുകൂടി ഏറ്റവും മുത്തഖിയായി ജീവിക്കാൻ കഴിയുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി നൽകിയ വസിയ്യത്ത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസ രംഗത്തെ ഹറാമാണ് അതിൽ ഏറ്റവും ഒന്നാമതും ഏറ്റവും ഗൗരവമായി. നിഷിദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത, വിശ്വാസിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണല്ലോ. അള്ളാഹു മുഴുവൻ പ്രവാചകന്മാർക്കും നൽകിയ വസിയത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഒന്നാമതായി കുഫ്ർ എന്ന ഹറാമിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് മുമ്പുള്ളവരോട് നാം വസിയത്ത് നൽകിയിരിക്കുന്നു, നിങ്ങളോടും. എന്താണ് വസിയത്ത്? അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങൾ നിഷേധിക്കുന്ന പക്ഷം അല്ലാഹുവിനുള്ളതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം, അതെല്ലാം അല്ലാഹുവെ അംഗീകരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അല്ലാഹു പരാശ്രയമുക്തനും ആരെയും ആശ്രയിക്കേണ്ടി വരാത്തവനും ഹമീദൻ തുത്യർഹനുമാകുന്നു. സൂറത്തുൽ നിസായിലെ 131-ാമത്തെ ആയത്ത്. പ്രവാചകന്മാർക്ക് നൽകിയ മറ്റൊരു വസിയത്ത് ശിർക്ക് എന്ന മറ്റൊരു ഹറാമിനെ കുറിച്ചാണ്. രണ്ടാമതായി, നിങ്ങൾക്കൊരു മതത്തെ നാം നിർദ്ദേശിച്ചു തന്നിരിക്കുകയാണ്. അതിനെ പറ്റിയാണ് നൂഹിനോട് അല്ലാഹു നിർദ്ദേശം നൽകിയത്, വസിയത്ത് നൽകിയത്. വല്ലദീ ഔഹൈനാ ഇലൈക, താങ്കളോട് നാം വഹി നൽകിയതും. വസ്സമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ, അത് തന്നെയാണ് ഇബ്രാഹിമിന് നാം വസിയത്ത് നൽകിയതും. വമൂസ വഈസ, മൂസക്കും ഈസക്കും നാം വസിയത്ത് നൽകിയതും ആ വസിയത്താണ്. എന്താണ് വസിയത്ത്? നഖീമുദ്ദീൻ, ദീനെ നിങ്ങൾ നിലനിർത്തണേ. വലാ തഫറഖൂ ഫീ, നിങ്ങൾ അതിൽ ഭിന്നിക്കല്ല. കബുറ അലൽ മുശ്രിക്കീന മാ തദ്ഉഹും ഇലൈഹി, നിങ്ങൾ ഏറ്റവും ജനങ്ങൾക്ക് മുശ്രിക്കുകൾക്ക് ഏറ്റവും ദേഷ്യമുള്ള എന്താ? തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത്. അതാണ് അവർക്ക് ഏറ്റവും വെറുപ്പുള്ളത് എന്ന് പറയുന്നുണ്ട് അല്ലാഹു സൂറത്ത് ശൂറയിലെ 13-ാമത്തെ ആയത്തിൽ. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്തിൽ ഭൂരിഭാഗത്തിന് പിഴവ് സംഭവിച്ചത്. ഷഹാദത്ത് കലിമ പറഞ്ഞവരാ, നമസ്കരിക്കുന്നവരാ, സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. എന്നിട്ടും റബ്ബിന് മാത്രം കൊടുക്കേണ്ട ദുആയും നേർച്ചയും വഴിപാടും മറ്റെല്ലാം റബ്ബിന് മാത്രം അത് സമർപ്പിക്കേണ്ട എല്ലാ ഇബാദത്തിന്റെ എല്ലാ വശങ്ങളും അത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകുമ്പോഴാണ് അത് ശിർക്കായി മാറുന്നത്. മൂന്നാമതായി, കുഫറിലേക്കും ശിർക്കിലേക്കും കൊണ്ടെത്തിക്കുന്ന ഹറാമുകൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു, ഖബർ കെട്ടിപ്പൊക്കല്ല എന്ന് പറഞ്ഞു. നമ്മുടെ സമുദായം അതൊരു വരുമാന മാർഗമാക്കി കളഞ്ഞു. നോക്കണം, ഒരു മയ്യിത്ത് കിട്ടിയാൽ മതി, ഒരു 10 പൈസ ചെലവില്ലാതെ അധ്വാനമില്ലാതെ പൈസ ഉണ്ടാക്കാൻ എങ്ങനെ മാർഗം ഉണ്ടാക്കും, അതിനുവേണ്ടി കണ്ടുപിടിച്ചതാണ് ശൈത്താൻ ഓതിക്കൊടുത്ത മന്ത്രമാണ് ഖബർ കെട്ടിപ്പൊക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വറഫിയ ഖബറുഹു അലൽ അർദി ഖദറ ശിബ്രിൽ, കണ്ട സഹാബികൾ പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു ചാണിലപ്പുറം ഉയർന്നിട്ടില്ല. ഒരു ചാണിലപ്പുറം ഉയർന്നിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഖബറുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. മഹാന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ, അവരുടെ ഖബറുകൾ ദിനേന അങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലേ അലി ഇബ്നു അബീ താലിബിനോട് നൽകിയ ഉപദേശത്തില്ലാത്ത ഏതൊരു ബിംബമുണ്ടെങ്കിലും അതിനെ നീ തകർക്കണം. വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈത, ഏതൊരു കെട്ടിപ്പൊന്തിച്ച ഖബറുണ്ടെങ്കിലും അതിനെ നീ നിരപ്പാക്കാതെ വിടരുത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗദി അറേബ്യയിൽ ഒരുപാട് ജാറങ്ങൾ ഉണ്ടായിരുന്നു. ഭരണാധികാരികൾ അത് തട്ടിപ്പൊളിച്ചു കളഞ്ഞതാണെന്നാണ് ഇപ്പോ ശിർക്കിന്റെ പിടിയാണികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ അത് നടപ്പിലാക്കി വന്നു. രാജാക്കന്മാർ, പിടിപ്പുകെട്ട രാജാക്കന്മാരുടെ ഭരണകാലത്ത് വിവരമില്ലാത്ത ജാഹിലുകൾ വന്നപ്പോൾ പല ഖബറും ഉയർന്നു. അതിനെയാണ് സൗദി ഭരണകൂടം തകർത്തത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് അവർ പാലിക്കുകയായിരുന്നു എന്ന്. ഖബറിന്മേൽ പേരെഴുതി വെക്കൽ അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചതല്ലേ? അല്ലേ? നിരോധിച്ചത് എന്താണോ ഖബർസ്ഥാനുകളിൽ നമ്മുടെ പള്ളികളുടെ ചുറ്റും ഉണ്ട് ഇപ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായി നിരോധിച്ചിട്ടും ഇത് ചെയ്യാൻ, ശിർക്കിനെ അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്ക് അതിനുവേണ്ടി ചൂട്ടുപിടിക്കുകയും അതിനുവേണ്ടി ഘോരഘോര പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് നിസ്സാരമാണ്, അല്ലേ? ഖബറിന്മേൽ
പേരെഴുതി വെക്കുക, ആണ്ട് നേർച്ച, ഉറൂസ്, റാത്തീബ് പോലുള്ള മാതാക്കും റസൂല് ഫഖുദൂ. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് എന്താണോ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുകയും റസൂൽ എന്താണോ നിങ്ങളോട് വിരോധിച്ചത് വിലക്കുകയും. ഈ സമുദായം എന്ത് ചെയ്തു? റസൂൽ എന്താണോ വിലക്കിയത് അതേ ഞങ്ങൾ ചെയ്യൂ എന്ന വാശിയിലാണ് ദിനേന ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പ്രിയപ്പെട്ടവരെ, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നാം ആദ്യം ചെയ്യേണ്ടത് എന്താ? അറിവുണ്ടാകുന്നു. കഴിവില്ലാത്തത് കൊണ്ടാണ് ജാഹിലുകളായി തീരുന്നത് കൊണ്ടാണ് ദീനിന് അത് ചെയ്താൽ ദീനിന് പുറത്തു പോകും, ഞാൻ മുർത്തദ്ദായി പോകും, കാഫിറായി പോകും, മുശ്രിക്കായി പോകും എന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ്, എണ്ണില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മതപരമായ ഇൽമ്, അതിന്റെ ശരിയായ സോഴ്സിൽ നിന്നും പഠിക്കാൻ അതിന് ശ്രമം ഉണ്ടാകുമ്പോഴേ വിശ്വാസപരമായി ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്, ആചാരപരമായി എന്താണ് ഞാൻ ആചരിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് വിശ്വാസിക്ക് ശരിക്കും ബോധ്യമുണ്ടാകും, അല്ലേ? നിർബന്ധ കാര്യങ്ങൾ ഒഴിവാക്കുന്നത് ഹറാമാണ്. ആദ്യം അത്തരം ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കണം. റസൂൽ പറഞ്ഞു ഇത്തഖിൽ മഹാരിം, ഇത്തഖിൽ മർഹാരിം. ആളുകൾ എങ്ങനെയൊക്കെ ഹറാമ് ചെയ്തു നോക്കൂ. സുന്നത്തിനേക്കാൾ ഫർദിന് ഗൗരവം നൽകണം. സുന്നത്തിനേക്കാൾ ഫർദിന് ഗൗരവം നൽകണം. നിർബന്ധ കാര്യങ്ങൾക്ക് അതിൻ്റെതായ ഗൗരവം പ്രാധാന്യം നൽകണം. അതായത് ആദ്യം ചെയ്യേണ്ടത് പിന്നീട് അല്ലെങ്കിൽ അവസാനം ചെയ്യാം എന്ന് വിചാരിക്കരുത്. അതിലൂടെ ഒരുപാട് ഹറാമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് നിത്യം, അല്ലേ? നോക്ക്, ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില കാര്യങ്ങൾ. ഫർദ് നമസ്കാരം, 5 നേരത്തെ ഫർദ് നമസ്കാരങ്ങൾ പല ആളുകൾ നിർവഹിക്കാറുണ്ട്. എന്നാൽ ഈ ആളുകൾ എന്ത് ചെയ്യും? റമദാൻ 27-ന്റെ പ്രത്യേകമായ ആ ഒരു ദിവസത്തിന് പ്രത്യേക കാണിച്ചുകൊണ്ട് അതിന് പ്രത്യേക ഇബാദത്ത് എടുക്കുന്ന ആളുകൾ 5 വക്ത് നിസ്കരിക്കൂല. അതുപോലെ പെരുന്നാൾ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പെരുന്നാൾ മാത്രമേ ഉണ്ടാവൂ, ജുമുഅ മാത്രമേ ഉണ്ടാവൂ. പെരുന്നാളിന്റെ അന്ന് ചിലപ്പോൾ സുബഹി നമസ്കരിച്ചിട്ടുണ്ടാവില്ല. ഹറാമ് കടന്നു വന്ന ആ മാർഗങ്ങൾ, രീതികളെ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലേ? നോക്ക്, റമദാനിലെ നോമ്പെടുക്കാത്ത ആളുകൾ, റമദാനിൽ 30 നോമ്പെടുക്കാത്ത ആളുകൾ മറ്റു സുന്നത്തായ നോമ്പുകൾക്ക് മുഹറം 9, 10, അറഫ നോമ്പ് ഒക്കെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടത്, അതിന് വല്ലാതെ താല്പര്യം കാണിക്കുന്ന ആളുകൾ ഉണ്ടാവും. എന്നാൽ ഇല്ലാത്ത വിജയത്തായ നോമ്പുകളിൽ ബറാഅത്ത് നോമ്പ്, മിഅ്റാജിന്റെ നോമ്പുകൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. ഇവരൊന്നും കൃത്യമായി റമദാനിലെ 30 നോമ്പെടുക്കാൻ താല്പര്യപ്പെടാത്ത ആളുകൾ. നിർബന്ധമായ സക്കാത്ത് കൊടുക്കാത്തവർ, എന്നാൽ സദഖ കൊടുക്കും, ഇഷ്ടം പോലെ കൊടുക്കുകയും ചെയ്യും. നിർബന്ധമായ സക്കാത്ത് അവിടെ കൊടുക്കും. എന്താ നിങ്ങൾ സക്കാത്ത് നൽകാത്തത്? അത് ഞാൻ സദഖ നൽകുന്നുണ്ടല്ലോ എന്നാണ് ന്യായം പറയുന്നത്. സദഖ സുന്നത്തല്ലേ? നിർബന്ധമായ അവിടെ സക്കാത്ത് അവിടെ കിടക്കുകയല്ലേ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. പാവങ്ങളെ സഹായിക്കാൻ, അവർക്ക് ഭക്ഷണം നൽകാൻ, അവർക്ക് വീട് വെച്ച് കൊടുക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അസ്ൽ അവിടെ കിടക്കുകയാണ്. നിർബന്ധമല്ലാത്ത കാര്യങ്ങൾ ആളുകൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവൻ നിർബന്ധമായ കാര്യങ്ങളെ ഉപേക്ഷിക്ക വരുത്തുകയാണ്. അതാണ് ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹുവെ കുറിച്ചുള്ള ബോധം. എന്തിനാ നമസ്കരിക്കുന്നത്? നമസ്കാരം കൊണ്ട് ഗുണമെന്താ? തിന്മകളിൽ നിന്നും അത് തടയും, വേണ്ട വൃത്തികളിൽ നിന്നും അത് തടയുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. ആലോചിച്ച് നോക്ക്, നമസ്കരിച്ചിട്ട് നിസ്കാരത്തണുണ്ട്. നിസ്കാരത്തണുപ്പാണല്ലോ ആള് മുഅ്മിനാണെന്നുള്ള സിമ്പലായിട്ട് ചില ആളുകൾ ഇപ്പോഴും കണക്കാക്കിയിരിക്കുന്നത്, അല്ലേ? യാഥാർത്ഥ്യവുമായി തീരുമായിട്ട് തന്നെ ബന്ധമൊന്നുമില്ല. ആയിക്കോട്ടെ, ഇമാം ഇബ്നു ജൗസി റഹ്മഹുല്ലാ അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് അദ്ദേഹം പറയും, നിങ്ങൾ നോക്ക്, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് ഇംറഅത്തുൽ അസീസ് വഹിയ ഇംറഅത്തുൻ ഖദ് ബലഗത് മിനൽ ഹുസ്നിൽ ഗായത്തുൽ കുബ്ര, അങ്ങേറ്റം ഭൂലോക സുന്ദരി, ഏതൊരാണ് കണ്ടാലും ഭ്രമിച്ചു പോകുന്ന സൗന്ദര്യമായിട്ട് വശീകരിക്കാൻ അവൾ ചെല്ലുന്നു യൂസുഫിന്റെ അടുത്തേക്ക്. വാതിലുകൾ കൊട്ടിയടച്ച് കിടന്ന് രമിക്കാൻ വേണ്ടി കിടക്ക വിരി അവൾ ഒരുക്കി വെച്ചിട്ട് തണിഞ്ഞിറങ്ങി നിൽക്കാൻ. സുന്ദരനായ യുവാവാണ് അവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം. ആര് കണ്ടാലും ആഗ്രഹിച്ചു പോകും. എന്നിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഇന്ന റബ്ബി അഹ്സന മത്വായ, എന്റെ റബ്ബാണ് എനിക്ക് ഏറ്റവും താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി തരുന്നവൻ, അല്ലേ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക്, ഞാൻ ജയിലിൽ കിടക്കാനാണ്, എനിക്ക് ജയിലിൽ കിടക്കാനാണ് ആഗ്രഹം. ഭൗതികമായ തിന്മയിൽ താൽക്കാലികമായ സുഖം അത് വേണ്ടെന്ന് വെച്ച് ജയിൽ തിരഞ്ഞെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നോക്ക്, അല്ലേ? എന്നിട്ട് ഇബ്നു ജൗസി റഹ്മഹുല്ലാഹ് നമ്മോട് പറഞ്ഞു, ഈ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ മുന്നിലേക്ക് വരും നമ്മുടെ വികാരങ്ങൾ, ആർത്തിയോടെ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ. ശഹ്വത്തുമാൻ, ധനത്തിനോടുള്ള ആർത്തി, ശഹ്വത്തുൽ നിസാ, പെണ്ണുങ്ങളോടുള്ള വിരാന്ത്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും.
അവിടെ വരുമ്പോഴാണ് നിനക്ക് ഭക്തിയുണ്ടോ ഇല്ലേ നമ്മൾ പരീക്ഷിക്കുന്നത്. അവിടെയാണ് അള്ളാഹുവോട് നിനക്ക് പേടിയുണ്ടോ ഭക്തിയുണ്ടോ നിനക്ക് തിരിയണത്. നിസ്കരിക്കുന്നതിലല്ല, 2 റക്അത്ത് നമസ്കരിക്കുന്നതിലല്ല. ഒരു പെണ്ണ് എല്ലാ നിലക്കും എല്ലാ സൗകര്യവും ഒത്തുവന്നു, ആരും കാണുന്നില്ല, എല്ലാ സൗകര്യവും സമയവും ഒന്നിച്ചു വന്നിട്ടും ആ പെണ്ണുമായി രമിക്കാൻ നിന്റെ മനസ്സ് അനുവദിക്കുന്നതിൽ മാറി നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ഉബൂദിയത്ത്. റബ്ബിനോടുള്ള ഭയഭക്തിയും അവനോടുള്ള താല്പര്യവും ഒക്കെ അതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിനക്ക് നിന്റെ കൽബിൽ നിനക്ക് ഈമാനുണ്ടോ എന്ന് നോക്കാൻ ആരോട് ചോദിക്കണ്ട, മനസ്സിനോട് തന്നെ ചോദിച്ചു നോക്ക്. ഇത്തരം വികാരങ്ങൾ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോ നിനക്കവിടെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് ഇതിന്റെ ചോദ്യം. ആലോചിച്ച് എല്ലാ നന്മകളിലും തന്റേതായ പാർട്ടിസിപ്പേഷൻ ഉള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, എല്ലാത്തിലും ഉണ്ടാവും. പക്ഷേ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നത് തന്റെ സൗകര്യത്തിനനുസരിച്ച്. നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞാലും എങ്ങനെ കാരണം പറയാം, റബ്ബിന്റെ മുന്നിൽ ചെന്ന് പറയാൻ പറ്റും. ആളുകളോട് നമുക്ക് പല കാരണങ്ങളും പറയാം, പല കാരണങ്ങൾ പറയാം, അല്ലേ, പല പ്രതിബന്ധങ്ങൾ നമ്മൾ പറയും. പക്ഷെ ഇപ്പോഴും ഒരു ദിവസം കൃത്യമായി ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ നമ്മളിൽ എത്ര പേർക്ക് പ്രിയപ്പെട്ടവരെ സാധിക്കുന്നുണ്ട്, അല്ലേ? സുബഹിക്ക് ഇപ്പോഴും നമ്മൾ ഉറങ്ങുകയല്ലേ, പല കാരണങ്ങളും പറഞ്ഞ് നമുക്ക് ഉടനാൻ കഴിയുന്നില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്, അല്ലെ? എഴുന്നേൽക്കാനാവുന്നില്ല. ഹറാമിൽ നിന്ന് എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിട്ടു നിൽക്കുന്നത്? ജമാഅത്ത് മനപ്പുറം ഒഴിവാക്കൽ ഹറാമല്ലേ, അല്ലേ? രോഗം കാരണമാണ്, ശക്തമായ മഴ കാരണമാണ്, ഒക്കെ കാരണമാണ്. അതല്ലാത്തത് ഉറങ്ങിപ്പോകും, യാദൃച്ഛികമായി മറന്നുപോകാം, മനുഷ്യൻ സംഭവിക്കാവുന്ന അബദ്ധങ്ങളാണ്. പക്ഷെ അത് പതിവാക്കിയാൽ അതെങ്ങനെയാണ് നമുക്ക് ഇളവ് കിട്ടുക? പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കും. പ്രിയപ്പെട്ടവരെ, തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ പറഞ്ഞത്? ഇത്തഖിൽ മഹാരിമ, ഹറാമുകളെ തൊട്ട് സൂക്ഷിക്കണേ, ജനങ്ങളിൽ എന്നാൽ ഏറ്റവും നല്ല ആളായി മാറാം എന്ന് പറഞ്ഞിടത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ രണ്ടാമൻ പറയുന്ന വാക്കുണ്ട്, ലൈസത്തു തഖ്വ ഖിയാമുൽ ലൈലി, രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കലല്ല ഖിയാമുൽ തഖ്വ, വസിയാമുൻ നഹാർ, പകൽ മുഴുവൻ നോമ്പെടുക്കലുമല്ല. എന്നിട്ട് വലാകിന്ന തഖ്വ അദാഉ മുഫ്തറദല്ലാഹ്, തഖ്വ എന്ന് പറഞ്ഞാൽ ആദ്യം അല്ലാഹ് ഫർളാക്കിയത് നിർവഹിക്കലാണ്. വതർകു മാ ഹറമല്ലാഹ്, അല്ലാഹു നിഷിദ്ധമാക്കിയത് വെടിയലുമാണ്. ഫഇൻ കാന മഅ ദാലിക അമലുൻ, അതോടൊപ്പം സാലിഹായ കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ ഫവ ഖൈറുൻ ഇലാ ഖൈർ, നന്മയിൽ നിന്ന് നന്മയിലേക്ക് അത് പോയി മാറും എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമ്മൾ നമസ്കരിക്കുന്നത്? ഒറ്റ വാക്ക്, ഒരൊറ്റ ആയത്ത്, എന്തിനാ നമസ്കരിക്കുന്നത് വെച്ചാൽ നമുക്ക് പറയണം, വിശ്വാസത്തിൽ പറയാൻ കഴിയണം. ലിദിക്രി, എന്നെ ഓർക്കാൻ. ആരെ? റബ്ബിനെ ഓർക്കാൻ, എന്നെ ഓർക്കാനാണ് നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നത്. റബ്ബ് പറയുകയാണ്, അല്ലേ? ആ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താൻ നമസ്കരിക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്താ? ഹറാമുകളിൽ വിട്ടുനിൽക്കാൻ കഴിയണം. 5 നേരം നമസ്കരിച്ചിട്ടും നമ്മുടെ അവയവങ്ങളെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ആലോചിച്ചു, വളരെ ഗൗരവമായി, അല്ലേ? ഒന്ന് വൻപാപങ്ങളിൽ എണ്ണപ്പെട്ടതാണല്ലോ മോഷണം. വലിയ പാപങ്ങളിൽ ഒന്നാണ് അക്കുൽ അംവാരി ബിൽ ബാത്തിലി, അല്ലേ? പറഞ്ഞിട്ടുണ്ട്. ആ മോഷണം എന്ന് പറയുമ്പോൾ ഒരാളുടെ സ്വത്ത് കവർന്നെടുക്കുക മാത്രമാണ് നമ്മൾ ഹറാമായിട്ട് കാണുക. കോഴ ഹറാമല്ലേ? കൈക്കൂലി ഹറാമല്ലേ? അല്ലേ? ഒരാളെ പറ്റിച്ച് അയാളെ കബളിപ്പിച്ച് വസൂലാക്കുന്ന എന്തും ഹറാമ് തന്നെയല്ലേ? കച്ചവട സാധനങ്ങൾ വിൽക്കുന്ന വിലയിൽ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്ന കച്ചവടക്കാർ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ പലരോടും പല വില പറയുന്ന ആളുകൾ, സാധനത്തിന്റെ ക്വാളിറ്റി പറഞ്ഞ് ഇല്ലാത്ത ക്വാളിറ്റി ഒപ്പിച്ചു പറയുന്ന കച്ചവടക്കാരുണ്ട്. എത്ര ഹറാമുകൾ ചെയ്യുന്നുണ്ട് ദിനേന. വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞൊരു വാക്കുണ്ട്, ലറദ്ദു ദാനികിൻ മിൻ ഹറാം, ഹറാമിൽ നിന്നും ഒരു 6 ദിർഹം, 6 ദിർഹം അത് ഇല്ലാതാക്കുക എന്നതാണ് അഫ്ദലു മിൻ 100,000 തുൻഫഖു ഫീ സബീലില്ലാഹ്, 1,00,000 അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലതാണ് ഹറാമായ ഒരു പൈസ നിന്റെ കൈ വരുമ്പോൾ അത് ഒഴിവാക്കുക എന്നത്. 1,00,000 അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് 1 രൂപ ഹറാമായി നീ ഒഴിവാക്കുക എന്ന് പറഞ്ഞു, അല്ലേ? ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ മഹ്ശറിൽ നമുക്കല്ലാഹ്, അല്ലേ, ഇടത് കൈ വലത് കൈ തരും. അപ്പൊ നമ്മുടെ ചോദ്യം, അതിന് ഹസനാത്തി, റബ്ബേ ഞാൻ കുറെ നന്മകൾ ചെയ്തല്ലോ, അല്ലാഹ് എവിടെ പോയി എന്ന് നമ്മൾ ഓരോരുത്തർ പറയുമ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, അവിടെ പറയുന്ന വാക്ക് ഹാദിഹി സയ്യിആത്തുൽ ലദീ തബതഹുദ, നന്മകളൊന്നും പറയാനില്ല നിന്റെ രേഖയിൽ. നീ ഇന്നാലിന്ന ആളെ
ഗീബത്ത് പറഞ്ഞത് നിന്റെതാ തിന്മകളേ ഉള്ളൂ. പക്ഷെ അത്തന്തവും നീ തെറി പറഞ്ഞതും അവരെ മോശമായി അവരെ കുറിച്ച് വിചാരിച്ചതും ഇടപാടുകളിൽ അവരോട് ദുൽമ കാണിച്ചതും കച്ചവടങ്ങളിലും അയൽപക്ക ബന്ധങ്ങളിലും സംസാരിക്കുമ്പോഴും തമ്മിൽ ചർച്ച ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാത്തിലും ആളുകൾ അവളോട് മോശമായി പെരുമാറിയതും അവരെ ഉപദ്രവിച്ചതും ഒക്കെയാണ് തിന്മകൾ എന്ന് പറയുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക് അല്ലേ? നമ്മൾ ആലോചിച്ചു. പ്രിയപ്പെട്ടവരെ, ദിനേന യാത്രകളിൽ നമ്മൾ കണ്ടുകൊണ്ടുകൊണ്ട് എത്ര ഹറാമുകൾ ചെയ്തു അല്ലേ? ആലോചിച്ച് നോക്ക്. നമ്മൾ ചെറുപ്പക്കാരെ കേൾക്കണം, നമ്മൾ കേൾക്കണം, എല്ലാവരും കേൾക്കണം. സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്, ഒന്ന് കാത് കൊടുക്കണേ, കണ്ണടഞ്ഞു പോകുന്ന കണ്ണുകളൊന്ന് തുറന്നിരിക്കണേ എന്നൊന്ന് കേൾക്കണേ പ്രിയപ്പെട്ടവരെ. ഹറാമിനെ പറ്റിയാണ് പറയുന്നത്. സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് അദ്ദേഹത്തിന്റെ ഭരണകാലം, അദ്ദേഹം അബ്ബാസിയ ഭരണകാലഘട്ടത്തിലെ ഒരു ഭരണാധികാരിയായി. അദ്ദേഹത്തിന്റെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ഒരു മുഅദ്ദിൻ ഉണ്ടായി അല്ലേ? ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു സുന്ദരിയായ ഒരു പെണ്ണ്, അദ്ദേഹത്തിന്റെ തന്നെ അടിമ സ്ത്രീയാണ്, പരിചാരകയാണ്. അവൾ വന്ന് പറയാണ്, അമീറുൽ മുഅ്മിനീൻ ഇന്നാലില്ലാഹി, നിങ്ങളുടെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളെ ഞാൻ സമീപിച്ചു നോക്കി. ഞാൻ എങ്ങനെയും അയാളെ വലവീശി പിടിക്കാൻ ശ്രമിച്ചിട്ട് അയാൾ എനിക്ക് വഴങ്ങുന്നില്ല. ഈ പെണ്ണു എന്ന് പറയാം, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന സൗന്ദര്യമുണ്ട് അവൾക്ക് അല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ ആ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനോട് പറയണം. എന്ത് ചെയ്യണം? നീ നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ട് അവന്റെ മുന്നിൽ ചെന്ന് പറയണം, ഞാൻ നിന്നെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നീ എന്നെ നോക്കുന്നതിനേക്കാൾ നിന്നെ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നിന്റെ മനസ്സിൽ എന്നോടുള്ള ആഗ്രഹമുള്ളതിനേക്കാൾ എനിക്ക് നിന്നോടും ആഗ്രഹമുണ്ട്. ഇത് പറയുമ്പോൾ എന്തായാലും അവൻ നിന്റെ വലയിൽ വീഴും. ഇത്രയും കൂടി നീ പറയണം. നിനക്ക് പറ്റുമെങ്കിൽ നിന്റെ ആവശ്യം ഞാൻ നിറവേറ്റി തരാമെന്ന് കൂടി പറയണം. ഈ പെണ്ണ് ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കാം, ഈ മുഅദ്ദിനോട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹം ആകാശത്തേക്ക് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, യാ ജലീൽ ഐന സത്റുക്കൽ ജമീൽ. ജമീലായ റബ്ബേ, ജലീലായ റബ്ബേ, നിന്റെ മഹത്തായ ഒരു കർട്ടൻ എവിടെ, ഒരു മറ എവിടെ? ചോദിക്കാൻ, റബ്ബിനോട് ചോദിക്കാൻ. ഒന്നും പറഞ്ഞില്ല. ആ പെണ്ണ് തിരിച്ചുപോയപ്പോ അമീറുൽ മുഅ്മിനീൻ ചെറുപ്പക്കാരനോട് വല്ലാത്ത താല്പര്യം തോന്നി. ഓ, ഹറാമിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനല്ലേ? ഒരു പെണ്ണ് വശീകരിക്കാൻ ശ്രമിച്ചിട്ട് പോലും അതിന് വീഴാത്തൊരു യുവാവിനെ അദ്ദേഹം ആദരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി ഇന്നാലിന്റെ സഹായങ്ങളൊക്കെ സാമ്പത്തികമായി നിന്നെ സഹായിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ 50,000 ദിർഹം നിനക്ക് തരാം. അതുപോലെ നിന്നെടുക്കൽ നിന്നെ വശീകരിക്കാൻ വന്ന പെണ്ണിനെയും നിനക്ക് തരാം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ മറുപടി വല്ലാത്തൊരു മറുപടിയാണ്. ഇന്നി വല്ലാഹി ദബഹതു തമഈ മിൻഹാ മിൻ അവ്വൽ റഹ്ലത്തിൻ റഅയ്തുഹാ. ആ പെണ്ണിനെ കണ്ട നിമിഷം മുതൽ ആ സമയം, ആ സ്പോട്ടിൽ ഞാൻ എൻ്റെ ആഗ്രഹത്തെ അറുത്തു മുറിച്ചു കളഞ്ഞു ഖലീഫ. എൻ്റെ ആഗ്രഹത്തെ ഞാൻ ഇല്ലാതാക്കി കളഞ്ഞു. വജഅൽതുഹാ ദഖീറത്തൻ ലി ഇൻദല്ലാഹ്. അത് അല്ലാഹുവിന്റെ പക്കൽ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്, ഞാൻ ആഗ്രഹിച്ചത് നേടാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിന് തരാൻ, അല്ലാഹ് ആഗ്രഹിച്ചത് നേടാൻ ഞാൻ പരലോകം വരെ കാത്തിരിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു നോക്കി ആ പെണ്ണിനെ കൊടുക്കാനും ധനം കൊടുക്കാനും. അല്ലാഹുവാണ് ആ ചെറുപ്പക്കാരെ സ്വീകരിച്ചത്. ഇവിടെ മുൻഗാമികളുടെ സ്ഥിതി അതായത്. പ്രിയപ്പെട്ടവരെ, നഗ്നത ശരിക്കും മറയ്ക്കാത്ത ഔറത്ത് കാണിച്ച് നടക്കുന്ന സ്ത്രീകളെ കാണുന്ന ഒരു ലോകമാണ് ഇല്ലേ? ബസ്സിലും കാറിലും അല്ലാത്തപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെയും കണ്ണിനെയും മനസ്സിന്റെ മോഹദാഹങ്ങളെയും നിയന്ത്രിച്ച് അതിന് അല്ലാഹുവിൽ നിന്ന് ലഭിക്കാതിരിക്കുന്ന വമ്പിച്ച പ്രതിഫലം നേടാൻ ഇങ്ങനെ ക്ഷമിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? അവിടെ എത്ര മോഹിപ്പിക്കുന്നു അല്ലേ? പ്രത്യേകിച്ച് പുരുഷന്മാരെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? കതബല്ലാഹു അലാ ബനി ആദമ ഹമ്മ സിന. സിനയുടെ ഒരു പങ്ക്, ഒരു വിഹിതം അള്ളാഹു നേരത്തെ തന്നെ പുരുഷന്മാരുടെ മേൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അല്ലേ? പുരുഷനെ അവന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ കാണുന്ന മാത്രയിൽ അവന് വികാരമുണ്ടാകുന്നുണ്ട് അല്ലേ? പക്ഷെ അവിടെ ആകെ നമുക്ക് നൽകിയ ഇളവുണ്ട്, വല്ലാത്തൊരു ഇളവ്. അള്ളാഹുവിന്റെ റസൂൽ മാത്രം ഈ ഉമ്മത്തിന് നൽകിയ ഇളവുണ്ട്. ആ നോക്കുന്നത് ശരി, ഒരു നോട്ടം. രണ്ടാമത്തെ നോട്ടം അലി ഇബ്നു അബീ താലിബിനോട് പറഞ്ഞതാണ്. അവിചാരിതമായ ഒരാളെ പെട്ടെന്ന് കാണുന്നു, ആ നോട്ടം നിനക്ക് അനുവദനീയമാണ് അലിയെ. രണ്ടാമതായി ഒന്ന് നോക്കിയിട്ട് വീണ്ടും നീ രണ്ടാമത് നോക്കരുത്. അപ്പോഴാണ് നിന്റെ മനസ്സിൽ പ്രശ്നം ഉണ്ടാകുന്നത്, കുഴപ്പമുണ്ടാകുന്നത്. കണ്ണ് നിയന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ആകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ജനങ്ങളെ ഏറ്റവും നല്ല തത്വമുള്ള ആളുകളായി നമുക്ക് മാറാൻ സാധിക്കുന്നത്. അവിടെ കണ്ണ് നിയന്ത്രിച്ച് നമുക്കൊണ്ട് ഇട, അള്ളാഹ് തന്ന ഇടയുണ്ട്, നമുക്ക് അതിൽ തൃപ്തിപ്പെടാൻ
യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് വരെയും തന്നെ സ്വീകരിക്കാനും തന്റെ വികാര ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ തന്റെ ഇണയുണ്ട് എന്നൊരു വല്ലാത്തൊരു വിശ്വാസവും മനസ്സിലുള്ള ആഗ്രഹവും കാത്തു സൂക്ഷിക്കുന്നവരെ അള്ളാഹ് സൂക്ഷിക്കും. അതാണ് ഔലിയാക്കൾ. അവിടെയാണ് ഔലിയാക്കൾ വരുന്നത്. ആരാ ഔലിയാക്കൾ? അള്ളാഹു ഇഷ്ടപ്പെട്ടതേ ചെയ്യും, അള്ളാഹ് ഇഷ്ടപ്പെട്ടതേ ആഗ്രഹിക്കും. ആ നിയന്ത്രണം ഉണ്ടാകുന്നത് എന്താ? ആ ക്ഷമയാണ്. അവിടെ അല്ലേ പ്രിയപ്പെട്ടവരെ, ഹറാമുകൾ കൈയൊഴിച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങൾ? ഒരുപാട് നേട്ടമുണ്ട്. അതിലൊന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്ക്, മൻ സറഹു യസ്മിക ദാഇബുൽ മുജ്തഹിദ്. മുന്നേറണം, മുന്നേറണം, നന്നാവണം, നന്നാവണം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ മുന്നേറണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും. പ്രിയപ്പെട്ട ഇങ്ങനൊരു കാര്യം മനസ്സിലാക്കി, തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഇബാദത്താണ്. തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതും മാറി നിൽക്കുന്നതും ഇബാദത്താണ്. ഞാൻ പറഞ്ഞതല്ല, ഹസൻ ബസരി അതേ പറഞ്ഞ വാക്ക്, മഅബദൽ ആബിദൂന ബിശൈഇൻ അഫ്ളല മിൻ തർക്കി മാ നഹാഹുല്ലാഹു അൻഹു. അല്ലാഹ് വിലക്കിയത് ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഒരു ഭക്തനും ഒരു ഇബാദത്തും ചെയ്തിട്ടില്ല. വാക്കുകൾ ശ്രദ്ധിക്കണേ. അല്ലാഹ് വിലക്കിയ ഹറാമാക്കിയ ഒരു കാര്യം അതിൽ നിന്ന് മാറി നിൽക്കുന്നതിനേക്കാൾ ഒരു ദാസനും ഒരു ഇബാദത്തും ചെയ്തിട്ടില്ല. സിമ്പിളായി പറഞ്ഞാൽ ഒരു നന്മ ചെയ്യുന്നതിന് പകരം അതിനേക്കാൾ നല്ലതാണ് ഒരു തിന്മ ചെയ്യാതിരിക്കുന്നത്. മനസ്സിലാക്കി അല്ലേ? വളരെ ഗൗരവമായി അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അഅ്മാലുൽ ബിർരി യഅ്മലുഹൽ ബിർറു ബർറു വൽ ഫാജിറു. നല്ല കാര്യങ്ങൾ തമ്മാടിയും ചെയ്യും, നല്ലവരും ചെയ്യും. അല്ലേ? തമ്മാടികൾ നല്ല കാര്യം ചെയ്യുന്നില്ല, നല്ലവരും ചെയ്യും, മോശപ്പെട്ടവരും ചെയ്യും. വഅമ്മൽ മആസി, എന്നാൽ തെറ്റുകളോ ഫലാ യത്റുഖുഹാ ഇല്ലാ സദ്ദീഖ്. സത്യസന്ധനായ ഒരാൾ മാത്രമേ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കൂ. അതൊരു ഭാഗ്യം, തൗഫീഖാണ്. അതിന് വേണ്ടത് ഒന്നാമതായി. രണ്ടാമത്തെ കാര്യം, നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കണം, ബന്ധം സ്ഥാപിക്കണം. അതാണ് അവിടെയാണ് നമ്മൾ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടത്. തെറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതായി പോകുമെന്ന് വിചാരിച്ച് ഇവരോട് ഞാൻ പറഞ്ഞാൽ ഇവരെന്താ കരുതുക എന്ന് വിചാരിക്കാതെ കൂടെ നിന്ന് കടക്കുമ്പോഴും അവരെയും കൂട്ടി എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുമ്പോ വിശുദ്ധ ഖുർആൻ പറഞ്ഞ സുഹൃത്തുക്കൾ പരസ്പരം അവർ എന്ത് ആയിരിക്കും? അദുവ്വൻ, ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, മുത്തഖികൾ ഒഴികെ തഖ്വയിലായിരിക്കണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനൻ, ഒരു സത്യവിശ്വാസിയുമായിട്ട് മാത്രമേ നിനക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവൂ. ഒരു ഇന്റിമസി ഉണ്ടാകണമെങ്കിൽ ആരോടുണ്ടാവേണ്ടത്? അടുപ്പം എന്ന് പറഞ്ഞു. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഒരു വിശ്വാസ നിലയിൽ അവരോടുള്ള അടുപ്പത്തെക്കാൾ ഒരാളോട് നമുക്ക് അടുപ്പം പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കതാണ് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്നാമത്തെ വസിയത്തിന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും, ഇത്തഖില്ലാഹ ഇത്തഖിൽ മഹാരിമ, നിഷിദ്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. തകുൻ അഅബദൻ നാസ്, എന്നാൽ നിങ്ങൾക്ക് ജനങ്ങളിൽ ഏറ്റവും ഭക്തിയുള്ളവരാകാം. ആ ഭക്തിയുള്ള മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹമിനോട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയും, എനിക്ക് വല്ലാതെ ഹറാമുകൾ, തെറ്റുകൾ ചെയ്യാൻ എനിക്ക് വല്ലാതെ മനസ്സിൽ ആഗ്രഹം വരുന്നുണ്ട്, എന്നെ ഉപദേശിച്ച. എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണടച്ചു പോകാതെ, നിങ്ങളുടെ ചെവി അടച്ചു കളയാതെ ഒന്ന് ഈ പറയുന്ന സംഭവം ഒന്ന് കേൾക്കണേ. ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു, നിനക്ക് തെറ്റ് ചെയ്യണമെങ്കിൽ നീ ചെയ്തോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ലാക്കില്ലി ഇലൈക ഖംസത്തു ശുറൂത്ത്, 5 നിബന്ധനകൾ, 5 കണ്ടീഷൻസ് എന്ന് പറയാറുണ്ട്. അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞാൽ അദ്ദേഹം നിനക്ക് അല്ലാഹുവോട് ഒരു തെറ്റ് ചെയ്യാൻ നിനക്ക് ആഗ്രഹം തോന്നുന്നുവെങ്കിൽ അല്ലാഹ് കാണാത്ത ഒരു സ്ഥലത്തിൽ നീ ചെയ്യുക. അല്ലാഹ് കാണാത്ത ഒരു സ്ഥലത്തും ചെയ്യാൻ കഴിയോ? ഈ മനുഷ്യ അറിയുന്ന അല്ലാഹ് കാണാതെ ഞാൻ എവിടെ ഒളിഞ്ഞിരിക്കാനാണ്? ആ ചെറുപ്പക്കാരന്റെ മറുപടി.
അപ്പൊ ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു സുബ്ഹാനല്ലാഹ് മാ തസ്തഹി അൻ തഅസി അല്ലാഹു വയറാ. അപ്പൊ അല്ലാഹ് കാണുമെന്ന് പേടിച്ചിട്ടല്ലേ നീ തെറ്റ് ചെയ്യാതിരിക്കുന്നത്? അല്ലേ? ആണ്. അപ്പൊ ആ മനുഷ്യനൊന്നും വേണ്ടിയ, ചെറുപ്പക്കാരൊന്നും വേണ്ടിയില്ല. അദ്ദേഹം വേണ്ടു ഇനിയും എന്നെ ഉപദേശിച്ചു സിദിനി. അപ്പൊ ഇബ്രാഹിം അദ്ദേഹം രണ്ടാമതായി പറഞ്ഞു ഇദാ അറദ്ത അൻ തഅസി അല്ലാഹ ഫലാ തഅസി ഫൗക അർളി. തെറ്റ് ചെയ്താൽ നിനക്ക് മുട്ടി നിൽക്കുന്നുവെങ്കിൽ ഭൂമിയിൽ വെച്ച് നീ തെറ്റ് ചെയ്യരുത്, ഭൂമിയിൽ വെച്ച് നീ തെറ്റ് ചെയ്യരുത്. അപ്പോ ഈ ചെറുപ്പക്കാരൻ പറയും സുബ്ഹാനല്ലാഹ് വഅൈന അദ്ഹബു വകുല്ലു മാ ഫിൽ ഖൗലി ലഹു. എവിടെ ചെന്നാലും ഭൂമി തന്നെയല്ലേ, പിന്നെ എവിടെ നിന്നാണ് തെറ്റ് ചെയ്യാതിരിക്കുക എന്ന് ചോദിക്കാം. അപ്പോ ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു സുബ്ഹാനല്ലാഹ് അല്ലേ, അമാ തസ്തഹി അൻ തഅസി അല്ലാഹ വതസ്കുന ഫൗക അർളിഹി. നീ ഭൂമിയുടെ മുകളിൽ താമസിക്കുന്നോണ്ടല്ലേ നീ തെറ്റ് ചെയ്യാൻ നീ പേടിക്കുന്നത് അല്ലേ? ഈ ചെറുപ്പക്കാരനൊന്നും വേണ്ടിയില്ല. വീണ്ടും ചോദിക്കുകയാണ് എനിക്ക് ഇനിയും എന്നെ ഉപദേശിച്ചാലും ഇദാ അറദ്ത അൻ തഅസി അല്ലാഹ ഫലാ തഅകുൽ മിൻ റിസ്ഖി. നിനക്ക് തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റിസ്ഖിൽ നിന്ന് നീ ഒന്നും തിന്നരുത്, ഒരു ഭക്ഷണവും നീ കഴിക്കരുത്. ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു സുബ്ഹാനല്ലാഹ് കൈഫ അഈശു വകുല്ലു നിഅം മിൻ ഇൻദിഹി. ഞാൻ എങ്ങനെ ജീവിക്കുക? എല്ലാ അല്ലാഹുവിന്റെ അനുഗ്രഹമല്ലേ, അത് ആസ്വദിക്കാതെ ഞാൻ എങ്ങനെയാ ജീവിക്കുക എന്ന് പറഞ്ഞു. ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മാ തസ്തഹി അൻ തഅസി അല്ലാഹ വഹുവ യുത്ഇമുക വയസ്ഖീക വയഹ്ഫദു അലൈക ഖുവതക. നിനക്ക് തിന്നാൻ തരുന്ന, നിനക്ക് കുടിക്കാൻ തരുന്ന, നിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ആ റബ്ബ്, അതുകൊണ്ടല്ലേ നീ തെറ്റ് ചെയ്യാതിരിക്കുന്നത് അല്ലേ? തെറ്റ് ചെയ്യാതിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വീണ്ടും എനിക്ക് ഇനിയും പറഞ്ഞതാ എന്ന് പറഞ്ഞു. ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു ഇദാ അസൈതല്ലാഹ തുമ്മ ജഅഅതുകൽ മലായിക ലിതസൂഖക ഇലന്നാർ. നിനക്ക് തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ റൂഹ് പിടിക്കാൻ പറ്റില്ലേ അല്ലേ? എന്നിട്ട് നരകത്തിലേക്ക് കൊണ്ടുവരാൻ അവർ നിന്നെ നിർബന്ധിക്കുമ്പോൾ ഫലാ തദ്ഹബ മഅഹും, അവരോടൊപ്പം നിനക്ക് പോകാതിരിക്കാൻ സാധിക്കുമോ? നരകത്തിലേക്ക് പോകാതിരിക്കാൻ സാധിക്കും. നീ പോകരുത്, കഴിയുമെങ്കിൽ ഞാൻ ചെയ്യേ. അപ്പൊ മനുഷ്യൻ പറഞ്ഞു സുബ്ഹാനല്ലാഹ് വഹൽ യഖൂവത്തുൻ അലൈഹിം ഇന്നമാ യസൂഖുനനി സൂഖൻ. എന്നെ നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവരെ തടയാൻ എനിക്ക് എവിടെ കഴിവുള്ളത്? ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ് അല്ലേ? ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു ഇദാ ഖറഅത ദുനൂബക ഫീ സഹീഫതിക. ഇനി നിനക്ക് തെറ്റ് ചെയ്യണോ? നിന്റെ രേഖയിൽ അല്ലാഹ് തരുമല്ലോ ഒരു രേഖ കയ്യിൽ അല്ലേ, ഒരു പുസ്തകം തരും. എന്നിട്ട് ഫംഗിർ അന്തകൂന ഫഅൽത. എന്നിട്ട് നീ എന്നെ നോക്കിയിട്ട് പറഞ്ഞു അല്ലാഹ് ഞാനതൊന്നും ചെയ്തില്ല എന്ന് ഞാൻ റബ്ബിന്റെ മുന്നിൽ നിനക്ക് പറയാൻ സാധിക്കോ? നിനക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യേ. അപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു ഫൈനൽ കിറാമുൽ കാതിബൂന വൽ മലായികത്തുൽ ഹാഫിദൂന വശുഹൂദുൻ നാതിഖൂൻ. എങ്ങനെയാണ് മാന്യന്മാരായ മലക്കുകൾ, എല്ലാം എഴുതി വെക്കുന്ന സാക്ഷികൾ എല്ലാവരും ഉണ്ടായിട്ട് എന്നിട്ട് ഈ മനുഷ്യൻ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോവാൻ. ഈ മലക്കുകളുടെ കണ്ടുപത്താൻ എനിക്ക് സാധിക്കുമോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോവും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഏറ്റവും മനുഷ്യന്റെ മനസ്സിന്റെ താല്പര്യങ്ങൾക്കൊത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, ഹവൻ നഫ്സിനൊത്ത് ജീവിക്കുമ്പോൾ പലതും നമുക്ക് ഹറാമല്ലാതായി മാറും. പലതിനെ നമ്മൾ ന്യായീകരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് ഇത്രയാണ്, മാ നഹൈതുകും അന്നു ഫജതനിബൂഹു. ഇവിടെ ഞാൻ നിങ്ങളോട് എന്താണ് വിരോധിച്ചത് അത് നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ മാറ്റി നിർത്തുക. എന്നാൽ അമർത്തുക്കും ബിഹി, നിങ്ങളോട് ഞാൻ എന്താണോ കൽപ്പിച്ചത് ഫഫ്അലൂ മിന്നഹു മസ്തതഅതും, നിങ്ങൾ സാധിക്കുന്നത്ര ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു പോയിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞത് നിർബന്ധ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതിനെ കുറിച്ച് റസൂൽ എന്താ പറഞ്ഞത്? കഴിവിന്റെ പരമാവധി നിങ്ങൾ സൂക്ഷിക്കുക. ഹറാമ് പറഞ്ഞെടുത്ത് കഴിവിന്റെ പരമാവധി ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നല്ല റസൂൽ പറഞ്ഞതിന് ഫജ്തനിബൂ. ഒന്നും ബാക്കിക്കാതെ എല്ലാം ഒഴിവാക്കാന്നാണ് പറഞ്ഞത്. അവിടെ കഴിവിന്റെ പരിധി എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല, പരിമിതിയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം. ആ നിലക്ക് ഹറാമുകൾ കടന്നു വരുന്ന മേഖല വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെ എല്ലാ ഹറാമുകളെയും അതിന്റെ ഗൗരവത്തെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ നിന്നും നമ്മൾ അതിന് കൃത്യമായ തീരുമാനത്തോടെ മുന്നോട്ട് നീങ്ങാൻ സാധിച്ചാൽ നമുക്ക് ഏറ്റവും നല്ല ഭക്തിയുള്ളവരാകാം. അങ്ങനെ ഉണ്ടായിരുന്നല്ലേ അല്ലേ, മഹാനായ മനുഷ്യൻ. അദ്ദേഹം ശരിക്കും ഒരു കൊള്ളക്കാരനായിരുന്നു. വീട് ചാടി മതില് ചാടിയിട്ട് അദ്ദേഹം കൊള്ള നടത്താൻ വേണ്ടി പോകുമ്പോ അവിടെ ആ വീട്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കാമുകി ഒരു ആയത്ത് ഓർമ്മയുണ്ട്, വിശുദ്ധ സൂറത്തിന്റെ ആയത്ത്. ആ ആയത്ത് അദ്ദേഹത്തെ മാറ്റം വരുത്തിയത്. പിന്നെ ഹുദൈബിൽ ഇയാൾ ആരായി? ലോകം അറിയപ്പെടുന്നത് പണ്ഡിതനായില്ലേ, ഏറ്റവും ഭക്തനായി തീർന്നില്ലേ? സാധിക്കും പ്രിയപ്പെട്ടവരെ, സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ വെറുതെ പറഞ്ഞതല്ല. ജനങ്ങളിൽ ഏറ്റവും നല്ല ഭക്തന്മാരായി തീരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹറാമുകൾക്കെതിരെ കണ്ണടയ്ക്കാനും അതിന് വിട്ടുനിൽക്കാനും
അത് കാണുമ്പോൾ അതിനെ എതിർക്കാനും തികത്താനും അള്ളാഹു നമുക്ക് തൗഫീഖും ആർജവും നൽകുമാറാകട്ടെ. നമ്മളൊന്ന് പിഴവുകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് ഏറ്റവും ശരിയായതിലേക്ക് നീങ്ങുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.